അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 2026 ഓഗസ്റ്റ് 23 പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. ഇനി ഒരു കാര്യം കൂടി ആദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരുകയാണ്. സോ ഇനിയിപ്പോൾ ഓണം സെലിബ്രേഷനും ഓണമൊക്കെ ആയിട്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാകില്ല എന്നുള്ളത് ആദ്യമേ നിങ്ങളെ ഇൻഫോം ചെയ്യുകയാണ്. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി അങ്ങോട്ട് ഡെയിലി കണ്ടവേഴ്സ് എവിടെയെന്നൊക്കെ ചോദിച്ചു തുടങ്ങും. ഈ പരിപാടി എന്തായാലും നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഓണത്തിൻ്റെയൊക്കെ അവധിയാണ്, ഞങ്ങളൊക്കെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള തിരക്കുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീക്ക് എന്തായാലും ഈ ഓണം കഴിയുന്നവരെയുള്ള സമയങ്ങൾ ഡെയിലി കണ്ടവേഴ്സ് കാണില്ല. അതിനുശേഷം ഞങ്ങൾ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യും. ആ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ 23 അവസാനിപ്പിക്കുന്നത് എങ്കിൽ 24 മുതലുള്ള ഡേ വൈസ് തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് നൽകും. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് അതിനോട് എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷനും വേണ്ട. നിങ്ങൾക്കുള്ള കണ്ടന്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ വീണ്ടും ഒരു ഓണക്കാലം കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഉടനെ തന്നെ കടന്നു പോകും. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ടാലന്റ് ഒരു ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പഠിപ്പോണം പൊന്നോണം എന്ന് പറയുന്ന ഒരു മെഗാ ഓഫർ. ഈ മെഗാ ഓഫറിന്റെ ഭാഗമായിട്ട് ടാലന്റിന്റെ എല്ലാ പുസ്തകങ്ങളിലും എന്താണ് നിങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു ഓഫർ ഓൾറെഡി തന്നെ തുടങ്ങി കഴിഞ്ഞു. 17-ാം തീയതി തന്നെ തുടങ്ങി കഴിഞ്ഞു. ഇനി ഈ മാസം 31 വരെ മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഓഫർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഈ ഓണത്തിനൊപ്പം തന്നെ പഠിച്ച് മുന്നേറുക, ഉടനെ തന്നെ ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 23 പ്രത്യേകത തന്നെയാണ്. ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത് നമുക്കറിയാം ദേശീയ ബഹിരാകാശ ദിനമാണ് അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആചരിക്കുന്നതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചന്ദ്രയാൻ 3യുടെ വിജയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് എവിടെയാണ് ലാൻഡ് ചെയ്തത്, ചന്ദ്രയാൻ 3 എവിടെയാണ് ലാൻഡ് ചെയ്തതെന്ന് പറഞ്ഞൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ചന്ദ്രയാൻ 3യെ പറ്റി പറഞ്ഞിട്ട് തന്നെ പോവാം. അതായത് ഈ ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 വിക്ഷേപിച്ചത്. ജൂലൈ മാസമാണ് 14-ാം തീയതിയാണ്. ഇത് 2023 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇത് എന്നാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം കേട്ടോ, അത് പഠിച്ചു വെക്കുക. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2023 ഓഗസ്റ്റ് മാസം 23. സോ ഈ വിജയകരമായ ഈ തീയതി ഓഗസ്റ്റ് 23 നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നുള്ള കാര്യം പഠിക്കുക. ദെൻ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് പേടകം ഇറക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ ഈ പേടകം ഇറങ്ങിയ പോയിന്റിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ശിവശക്തി പോയിന്റ്. ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശിവശക്തി പോയിന്റ് എന്നാണ് അതിന്റെ പേര്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ദെൻ LVM-3 Mark 4 എന്ന് പറയുന്ന വെഹിക്കിളിലാണ് ഇത് വിക്ഷേപിച്ചെന്നുള്ള കാര്യം പഠിക്കുക. ദെൻ ഇത് വിക്ഷേപിക്കുന്ന സമയത്ത് ISRO ചെയർമാൻ എന്ന് പറയുന്നത് മലയാളി കൂടിയായിട്ടുള്ള S സോമനാഥ് ആണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഓൾറെഡി തന്നെ ഓർമ്മയുള്ള കാര്യമായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു ഡേ പറഞ്ഞതുകൊണ്ട് നമ്മളൊന്നുകൂടി ഓർമ്മിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുവാണ്, ഇങ്ങനെയുള്ള ബഹിരാകാശ ദൗത്യങ്ങളൊക്കെ ഇനിയും സ്റ്റാറ്റിക് ആയിട്ടുള്ള GK ആയിട്ടൊക്കെ PSC പരീക്ഷകളിൽ ചോദിക്കും കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പദ്ധതിയാണ്, അതായത് അക്വാഫിറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് സ്കൂൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് അക്വാഫിറ്റ്. അപ്പോൾ അക്വാഫിറ്റ് എന്ന് പറയുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതിനായിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. സോ ഇതിലൂടെ തന്നെ അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അവർക്ക് ജലസുരക്ഷയെ പറ്റിയുള്ള അവബോധങ്ങൾ വളർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്മൾ പറഞ്ഞു എങ്കിൽ അതിന്റെ മന്ത്രിയെ കൂടി പറഞ്ഞേ പറ്റുള്ളൂ. ആരാണ്? ഷംസുദ്ദീൻ ആണ് അല്ലെ. ഷംസുദ്ദീൻ ആണ് നിലവിലെ പൊതുവിദ്യാഭ്യാസ കാര്യ മന്ത്രി എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? അത് റോജി എം ജോൺ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് എങ്കിലും ഒന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത് നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. തമിഴ്നാട്ടിന്റെ ഒരു പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് തായ് മാമൻ തങ്കമോതിരം. ഇതാണ് തായ് മാമൻ തങ്കമോതിരം എന്ന് പറയുന്ന പദ്ധതി. ഓൾറെഡി തന്നെ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ്. ഇപ്പോൾ അതിനെപ്പറ്റി പറയേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പറയുന്നു എന്ന് മാത്രം കേട്ടോ. ഇപ്പോൾ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആരാണെന്നൊക്കെ അറിയാലോ അല്ലെ, ജോസഫ് വിജയ് ആണ്. ദെൻ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്ക് 1 ഗ്രാമിന്റെ വീതം സ്വർണ്ണമോതിരം സൗജന്യമായിട്ട് നൽകുന്ന തമിഴ്നാട് സർക്കാർ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് തായ് മാമൻ തങ്കമോതിരം. അപ്പൊ എന്താ പറഞ്ഞേ, തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അതായത് തമിഴ്നാട്ടിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്ക് 1 ഗ്രാമിന്റെ വീതം സ്വർണ്ണമോതിരം സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് തായ് മാമൻ തങ്കമോതിരം. ദെൻ എന്തുകൊണ്ട് ഈ പദ്ധതി ഇപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് 1-2 ജോലിയേഴ്സുമായിട്ടൊക്കെ ഒരു കരാറൊക്കെ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ജോയി ആലുക്കാസും അതേപോലെ തന്നെ കല്യാൺ ജുവല്ലേഴ്സും ഒക്കെയാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് സഹകരിക്കുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഇതിന്റെ ഒരു ഭാഗവും ചെയ്യുന്നത് ആരാണ്, മോതിരങ്ങൾ നൽകുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയി ആലുക്കാസ് ആണ്. ദെൻ കല്യാൺ ജുവല്ലേഴ്സ് ഇതിന്റെ ഭാഗമാവുന്നുണ്ട്. അത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മംഗളൂരു മേഖല സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് ഒക്ടോബർ 1 മുതൽ മാറും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളൂരു മേഖല എന്ത് ചെയ്യാൻ പോവുകയാണ്, മൈസൂരു ഡിവിഷനിലേക്ക് മാറാനായിട്ട് പോവുകയാണ്. സോ ഇതിനിവിടെ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുൻപ്, അതായത് ഈ ഒരു ഒക്ടോബർ 1 മുൻപ് ഈ പറയുന്ന മംഗളൂരു മേഖല ഏത് ഡിവിഷന്റെ ഭാഗമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ഡിവിഷന്റെ ഭാഗമാണ് കേട്ടോ. പാലക്കാട് ഡിവിഷന്റെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മംഗളൂരു മേഖല എന്ന് പറയുന്നത് മംഗളൂരു പോർട്ടൊക്കെ വരുന്ന ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല, മംഗളൂരു മേഖല മൈസൂർ ഡിവിഷനിലേക്ക് മാറുന്ന സമയത്ത് പാലക്കാട് ഡിവിഷന് കാര്യമായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങളാണ് വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡിവിഷനിൽ നിന്ന്, പാലക്കാട് ഡിവിഷനിൽ നിന്ന് ഈ ഒരു പോർഷൻ മാറുന്നതോടുകൂടി ഈ പറയുന്ന പാലക്കാടിന് കാര്യമായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പാലക്കാട് ഡിവിഷൻ എന്നാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1956 ഓഗസ്റ്റ് മാസമാണ് കേട്ടോ. 1956 ഓഗസ്റ്റ് മാസമാണ് പാലക്കാട് ഡിവിഷൻ ഫോം ചെയ്തത്. അപ്പോൾ ഏകദേശം ഫോം ചെയ്ത് 70 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. സോ ആ സമയത്താണ് ഈ പറയുന്ന മംഗളൂരു മേഖലയെ ഈ ഒരു പാലക്കാട് ഡിവിഷനിൽ നിന്നും വിഭജിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ലേലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഗാന്ധി ഫ്രം ദി കളക്ഷൻ ഓഫ് ആനന്ദ് ടി ഹിങ്കോറാനി എന്ന കയ്യെഴുത്ത് സന്ദേശങ്ങൾ ലേലത്തിൽ 16.20 കോടി രൂപയ്ക്ക് വിറ്റുപോയിരിക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞേ, ഗാന്ധി ഫ്രം ദി കളക്ഷൻ ഓഫ് ആനന്ദ് ടി ഹിങ്കോറാനി എന്ന് പറയുന്ന കയ്യെഴുത്ത് സന്ദേശങ്ങൾ ലേലത്തിൽ വിറ്റുപോയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ചരിത്ര ലേഖനം ഇത്രയും വിലയ്ക്കൊക്കെ വിറ്റ് പോകുന്നത് ഇതാദ്യമായിട്ടാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ എന്താണ് ഈ ഒരു കയ്യെഴുത്ത് പ്രതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ നമ്മൾ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ആനന്ദ് ടി ഹിങ്കോറാനി എന്ന് പറയുന്ന ഒരു ഗാന്ധിജിയുടെ സഹപ്രവർത്തകനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള വിദ്യ മരണപ്പെട്ടതിനെ തുടർന്ന് നമ്മുടെ ഗാന്ധിജി അദ്ദേഹത്തിന് അയച്ച കുറെ സന്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. സോ അതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലേലത്തിൽ വിറ്റുപോയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ സന്ദേശങ്ങളൊക്കെ ഓൾറെഡി തന്നെ പുസ്തകമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് തോട്ട് ഫോർ ദി ഡേ എന്ന് പറയുന്ന പേരിൽ പുസ്തകമായിട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ചരിത്രരേഖ എന്ന് പറയുന്നത് ഏതാണ്, ഈ പറയുന്ന ഗാന്ധി ഫ്രം ദി കളക്ഷൻ ഓഫ് ആനന്ദ് ടി ഹിങ്കോറാനി എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇന്ത്യ തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ശ്രേണിയിലെ 3ാമത്തെ കപ്പൽ ഏതാണ്? എന്താണ് പറഞ്ഞത്, ഇന്ത്യ തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ശ്രേണിയിലെ 3ാമത്തെ കപ്പൽ ഏതെന്നുള്ളതാണ്. അത് INS മംഗ്രോൾ. ഏതാണ്? INS മംഗ്രോൾ ആണ്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. then ഈ INS മംഗ്രോൾ എന്ന് പറയുന്ന പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടുള്ളത് ഗുജറാത്തിലുള്ള ഒരു തുറമുഖ നഗരത്തിൽ നിന്നാണ്. അതായത് മംഗ്രോൾ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു പ്രദേശത്തിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പേര് വന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് കേട്ടോ ഈ മംഗ്രോൾ എന്ന് പറയുന്നത്. ജുനഗഡ് ജില്ലയിലാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പോർഷൻ സൂററ്റ് ജില്ലയിലൊന്നും കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞേക്കുന്ന പോർഷൻ മംഗ്രോൾ എന്ന് പറയുന്നത് ജുനഗഡ് ജില്ലയിലാണ്. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സമുദ്ര വ്യാപാരത്തിനും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനും യാനങ്ങളുടെ നിർമ്മാണത്തിനും ഒക്കെ പേര് കേട്ട ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, മംഗ്രോൾ എന്ന് പറയുന്നത്. സോ അവിടെ നിന്നാണ് ഈ ഒരു INS മംഗ്രോളിന് പേര് നൽകിയിരിക്കുന്നത്. ദെൻ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ INS മംഗ്രോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ആർക്ക് കൈമാറിയിരിക്കുന്നു, നമ്മുടെ നാവികസേനയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ജാവലിൻ ത്രോ മത്സരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് 2026 ലൊസൈൻ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് ആരെന്നുള്ളതാണ്. അപ്പോൾ അത് റുമേഷ് പതിരംഗ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് റുമേഷ് തരംഗ പതിരംഗ കേട്ടോ. റുമേഷ് തരംഗ പതിരംഗ അല്ലെങ്കിൽ റുമേഷ് തരംഗ പതിരാഗെ എന്നാണ് എന്തെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത്. സോ ശ്രീലങ്കയുടെ ജാവലിൻ ത്രോ താരമാണ്. കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ ഒരു ജാവലിൻ ത്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ ഓർമ്മ വരുന്ന പേരുകളിൽ ഒന്ന് നീരജ് ചോപ്രയാണ്. കാരണം നമുക്കറിയാം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജാവലിൻ ത്രോയിൽ സ്വർണ്ണം നേടിയിട്ടുണ്ടായിരുന്നു. ദെൻ ആ ഒരു ടൈം പീരീഡിൽ അദ്ദേഹം കുറെ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിയ താരമാണ്. ദെൻ അതിനുശേഷം നമ്മൾ 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ അർഷാദ് നദീമാണ് ഈ പറയുന്ന ജാവലിൻ ത്രോയിൽ എന്ത് ചെയ്തത്, സ്വർണ്ണം നേടിയത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ദെൻ അതേപോലെ തന്നെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു താരമുണ്ട്. അദ്ദേഹത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡിങ് നിൽക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, റുമേഷ് തരംഗ പതിരാഗെ എന്ന് പറയുന്നത്. അതായത് 2026
2026 ലൊസൈൻ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുമേഷ് തരംഗ പതിരാഗയാണ്. ദെൻ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയുടെ നീരജ് ചോപ്രയാണ്. മൂന്നാം സ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞ ആൻഡേഴ്സൺ പീറ്റേഴ്സൺ, അതായത് ഗ്രനഡയുടെ താരമാണ് ആരെന്ന് പറയുന്നത് ആൻഡേഴ്സൺ പീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം മൂന്നാം സ്ഥാനത്താണ്. ഇനി ഈ പറയുന്ന റുമേഷ് പതിരാഗെ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ റുമേഷ് തരംഗ പതിരാഗയാണ്. ദെൻ നമ്മുടെ നീരജ് ചോപ്ര ആയിരുന്നു വെള്ളി നേടിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു പേരെന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് 2027 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി എവിടെ എന്നുള്ളതാണ്. സോ അതിന്റെ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. സോ മത്സരങ്ങൾ എന്നോട്ട് തുടങ്ങണം, അതിന്റെ ഉദ്ഘാടന മത്സരം എവിടെ വെച്ചാണ്, ഫൈനലിന്റെ വേദി എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാത്രം. അപ്പോൾ 2027 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് ബ്രസീലാണ്. ദെൻ ഉദ്ഘാടന മത്സരവും അതുപോലെ തന്നെ ഫൈനൽ മത്സരവും നടക്കാനായിട്ട് പോകുന്നത് മാരക്കാന സ്റ്റേഡിയം കേട്ടോ. മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ബാക്കി ഷെഡ്യൂളൊക്കെ ആവട്ടെ, ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ 2027 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് ബ്രസീലിലാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം എന്ന് പറയുന്നത് 32 ആണ് കേട്ടോ. 32 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഏകദേശം 64ഓളം മത്സരങ്ങളാണ് ഈ ടൂർണമെന്റിൽ ഉണ്ടായിരിക്കുക. ബാക്കി ഡീറ്റെയിൽസ് വരുമ്പോൾ നമ്മൾ എന്തായാലും ചർച്ച ചെയ്യും. അപ്പോൾ എന്തായാലും ഇവിടെ 2027 ഫിഫ വനിതാ ലോകകപ്പ് പറഞ്ഞെങ്കിൽ ഇതിന് മുൻപ് ഫിഫ വനിതാ ലോകകപ്പ് നടന്നത് 2023 കേട്ടോ. 2023 ഇതിന് മുൻപ് ഫിഫ വനിതാ ലോകകപ്പ് നടന്നത്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ന്യൂസിലൻഡ് 2 രാജ്യങ്ങളിലായിട്ടാണ് എന്ത് ചെയ്തത് നടന്നത്. ജേതാക്കളായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിനാണ് ജേതാക്കളായത്. അതുകൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ 2026 ഫിഫ പുരുഷ വേൾഡ് കപ്പ് 3 രാജ്യങ്ങളിൽ നടന്നു. US, കാനഡ, അതേപോലെ തന്നെ മെക്സിക്കോ. 3 രാജ്യങ്ങളിൽ വെച്ച് നടന്ന ആദ്യത്തെ പുരുഷ വേൾഡ് കപ്പാണ് ഇതെന്ന് പറയുന്നത് 2026 വേൾഡ് കപ്പ്. ജേതാക്കളായത് സ്പെയിനാണ്. അവിടെ ഒരു പ്രത്യേകത കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഒരേ സമയം എന്താണ് വനിതാ ലോകകപ്പും പുരുഷ ലോകകപ്പും നേടിയ ആദ്യത്തെ ടീം എന്ന് പറയുന്നത് സ്പെയിനാണ്. കാരണം നിങ്ങൾ നോക്കിയേ 2023 വനിതാ ലോകകപ്പ് അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ 2026 പുരുഷ ലോകകപ്പ് ഒരേ ടൈം പീരീഡിൽ എന്ത് ചെയ്തിരിക്കുന്നു, 2 ലോകകപ്പുകൾ അവരുടെ കൈവശം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2026 ഫിഫ പുരുഷ ലോകകപ്പിൽ സ്പെയിൻ അർജന്റീനയാണ് പരാജയപ്പെടുത്തിയത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ലോകകപ്പ് വനിതാ ലോകകപ്പ് കഴിയട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി അടുത്തത് മറ്റൊരു റയർ ആയിട്ടുള്ള കാര്യമാണ്. അതായത് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള മോയിസസ് ഹെൻറിക്കസ് നിലവിൽ ഏത് ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ചില താരങ്ങൾ നമുക്കറിയാവുന്നതാണ്, ചില താരങ്ങൾ അവരുടെ രാജ്യങ്ങൾ വിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കളിക്കാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് താരങ്ങൾ കളിച്ചിട്ടുണ്ട്. സോ അത്തരത്തിൽ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ഒരുപക്ഷെ പലർക്കും പരിചിതമല്ലാത്തൊരു പേരായിരിക്കും. കാരണം ഇദ്ദേഹം ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് ഒരുപാട് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല. കൂടുതലും ഈ പറയുന്ന ബിഗ് ബാഷ് ലീഗ് പോലുള്ള ലീഗുകളിലൊക്കെയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മോയിസസ് ഹെൻറിക്കസ് നിലവിൽ ഏത് ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗലിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആകെ അറിയാന്നുള്ളത് പോർച്ചുഗലിന് ഒരു ഫുട്ബോൾ ടീം ഉണ്ടെന്ന് അറിയാം. ക്രിസ്ത്യാനോ റൊണാൾഡോ ആ രാജ്യക്കാരനാണ് നമുക്കറിയാം അല്ലേ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അവർക്കൊരു ക്രിക്കറ്റ് ടീമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും പോർച്ചുഗലിന് ഒരു ക്രിക്കറ്റ് ടീമുണ്ട്. അപ്പോൾ യൂറോപ്യൻ ഡിവിഷന്റെ കളികൾ T20 ലോകകപ്പിനുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള യൂറോപ്യൻ ഡിവിഷന്റെ കളികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പറയുന്ന മോയിസസ് ഹെൻറിക്കസ് പോർച്ചുഗൽ ടീമിലാണ്. അദ്ദേഹം പോർച്ചുഗൽ ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യോഗ്യതാ മത്സരത്തിൽ അദ്ദേഹം ചെക്ക് റിപ്പബ്ലിക്കിനെതിരായിട്ട് ഒരു സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ചർച്ച ചെയ്തെന്ന് മാത്രം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. മോയിസസ് ഹെൻറിക്കസ് മുൻ ഓസ്ട്രേലിയൻ താരം, നിലവിൽ പോർച്ചുഗൽ ടീമിന് വേണ്ടി കളിക്കുന്നു, പോർച്ചുഗലിന്റെ ക്യാപ്റ്റനാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ്. അതായത് ഒരു ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര നടി അന്തരിച്ചു. സൗകാർ ജാനകി എന്നാണ് പേര്. അതായത് 1950 ഒരു ചിത്രമുണ്ട് കേട്ടോ. 1950 പുറത്തിറങ്ങിയ ഷാവുക്കാരു എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. ഷാവുക്കാരു, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ ആയിരിക്കും, നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ട എങ്ങനെയാണ്. അപ്പോൾ ഷാവുക്കാരു എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഈ അഭിനയ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അതിലെ ഇവർ അഭിനയിച്ച ഒരു ശ്രദ്ധേയമായ കഥാപാത്രമാണ് ഈ പറയുന്ന സൗകാർ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ആ കഥാപാത്രം ഏറെ ശ്രദ്ധേയമായതിനെ തുടർന്ന് പിന്നീട് പേരിനൊപ്പം സൗകാർ എന്ന് കൂടി ആഡ് ചെയ്തു. സോ സൗകാർ ജാനകി എന്നായി. അപ്പോൾ 1950 അരങ്ങേറ്റം കുറിച്ചത്. ദെൻ മലയാളത്തിലെ സ്കൂൾ മാസ്റ്റർ എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. പക്ഷേ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വേഷം എന്ന് പറയുന്നത് മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച ഒരു ചിത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സൂര്യമാനസം എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ അതിലെ പൊട്ടുറുമീസ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അമ്മയായിട്ടുള്ള ആ ഒരു വേഷം അവതരിപ്പിച്ചത് സൗകാർ ജാനകിയാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. ദെൻ ഈ പറയുന്ന സൗകാർ ജാനകിക്ക് 2022 എന്ത് കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ ബഹുമതി കിട്ടിയിട്ടുണ്ട്. 2022 പത്മശ്രീ ബഹുമതി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പത്മശ്രീ മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളുടെയും പുരസ്കാരങ്ങളൊക്കെ, കലൈമാമണി പുരസ്കാരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങളൊക്കെ ഈ പറയുന്ന സൗകാർ ജാനകി കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് വളരെ കാര്യമായിട്ടൊന്ന് ഓർക്കുക.
ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓഫർ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊന്നും കാണത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫർ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓഗസ്റ്റ് 31 വരെ മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ. 17-ന് തുടങ്ങിയിരിക്കുന്നു, 31 വരെ മാത്രമേ ഉള്ളൂ. ടാലന്റിന്റെ ഏത് ബുക്കും നിങ്ങൾക്ക് 50% വരെ ഓഫറിൽ എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 75 93 98 57 57 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ verantharo.talentkerala.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ, ഇനി അതും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാവുന്നതാണ്. സോ ഇത്രയും നല്ലൊരു ഓഫർ ഇനി കിട്ടത്തില്ല. സോ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ചർച്ച ചെയ്തവരോട് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് അക്വാഫിറ്റ് എന്ന് പറയുന്ന പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. സ്കൂൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. അടുത്തത് മറ്റൊരു പദ്ധതി തായ് മാമൻ തങ്കമോതിരം എന്ന് പറയുന്ന പദ്ധതി. അവിടെ തന്നെയുണ്ട്, മോതിരമാണ്. അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്ക് എത്ര ഗ്രാം, 1 ഗ്രാമിന്റെ വീതം സ്വർണ്ണ മോതിരം സൗജന്യമായിട്ട് നൽകുന്ന തമിഴ്നാട് സർക്കാർ പദ്ധതിയാണ് തായ് മാമൻ തങ്കമോതിരം. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. പാലക്കാട് ഡിവിഷന്റെ ഭാഗമായിരുന്ന മംഗളൂരു മേഖല ഇനി മുതൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറാനായിട്ട് പോകുന്നു. 2026 ഒക്ടോബർ 1 മുതൽ മാറും എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ അറിയിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കുറെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കാര്യം പാലക്കാട് ഡിവിഷന് കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനമാണിത്. അടുത്തത് ഗാന്ധി ഫ്രം ദി കളക്ഷൻ ഓഫ് ആനന്ദ് ടി ഹിങ്കോറാനി എന്ന് പറയുന്ന കയ്യെഴുത്ത് സന്ദേശങ്ങൾ ലേലത്തിൽ 16.20 കോടി രൂപയ്ക്ക് വിറ്റുപോയി എന്നുള്ളതാണ്. സോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും തുകയ്ക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ഒരു ചരിത്രരേഖ എന്ന് പറയുന്നത് ഇതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഗാന്ധിജി ഈ പറയുന്ന ആനന്ദ് ടി ഹിങ്കോറാനിയുടെ ഭാര്യയായിട്ടുള്ള വിദ്യ മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കുന്നു, അദ്ദേഹത്തിന് അയച്ച സന്ദേശങ്ങളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. അതുപോലെ തന്നെ INS മംഗ്രോൾ എന്ന് പറയുന്ന ഒരു ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. അത് ഈ ഒരു ശ്രേണിയിലുള്ള 3ാമത്തെ കപ്പൽ, ഇന്ത്യ തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത ഈ ശ്രേണിയിലുള്ള 3ാമത്തെ കപ്പലാണ് ഇതെന്നുള്ള കാര്യം ഓർക്കുക. ഇത് ഇന്ത്യൻ നേവിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ 2026 ലൊസൈൻ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ 1ാമത് വന്നത് ആരാണ്? റുമേഷ് പതിരംഗയാണ്, ശ്രീലങ്കൻ താരമാണ്. 2ാമത് നീരജ് ചോപ്രയാണ്. 2027 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി ബ്രസീലാണ്. ഇനി അതിനുശേഷം പറഞ്ഞത് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള മോയിസസ് ഹെൻറിക്കസ് നിലവിൽ ഏത് ടീമിന് വേണ്ടി കളിക്കുന്നു? അത് പോർച്ചുഗലിന് വേണ്ടിയിട്ടാണ്, പോർച്ചുഗലിന്റെ ക്യാപ്റ്റനാണ്. ഒരു വിയോഗം കൂടി പറഞ്ഞു. സൗകാർ ജാനകി എന്ന് പറയുന്ന ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര നടി എന്ത് ചെയ്തു? അന്തരിച്ചു. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2026 ഓഗസ്റ്റിൽ RBI സെൻട്രൽ ബോർഡിലെ പാർട്ട് ടൈം നോൺ ഒഫീഷ്യൽ ഡയറക്ടറായിട്ട് നിയമിതനായ മുൻ ISRO ചെയർമാൻ ആരെന്നാണ്? K ശിവനാണോ, G മാധവൻ നായരാണോ, S സോമനാഥാണോ, K രാധാകൃഷ്ണനാണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 ഓഗസ്റ്റിൽ ബംഗ്ലാദേശ് പ്രസിഡന്റായിട്ട് നിയമിതനായത് ആര് എന്നുള്ളതാണ്? മിർസ ഫഖറുൽ ഇസ്ലാം അലംഗീർ ആണോ, മുഹമ്മദ് ഷഹാബുദ്ദീൻ ആണോ, താരിഖ് റഹ്മാൻ ആണോ, മുഹമ്മദ് യൂനിസ് ആണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 ദേശീയ കായിക പുരസ്കാരങ്ങളുടെ പുരസ്കാര നിർണയ സമിതിയുടെ അധ്യക്ഷൻ ആര് എന്നുള്ളതാണ്. അത് ജസ്റ്റിസ് സരൺ കുമാർ മിശ്രയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2025 അർജുന അവാർഡ് ലൈഫ് ടൈം ലഭിച്ച വ്യക്തി ആരെന്നാണ്. അത് അരുമനായകമാണ്. ഇദ്ദേഹം എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ താരമാണ്. നമുക്കറിയാം അർജുന ലൈഫ് ടൈം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം മുതൽ ആഡ് ചെയ്തതാണ്. അതായത് ധ്യാൻചന്ദിന് പകരമായിട്ടുള്ളതാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. അപ്പോൾ 2026 ഓഗസ്റ്റ് 23 പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞു, കുറച്ച് ദിവസത്തേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഓണത്തിന്റെ ഗ്യാപ്പാണ്. സോ അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, ഡേ വൈസ് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരുന്നു.